NSSുമായി ഒരു പ്രശ്നവുമില്ലെന്ന് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 24നോട്. നേതൃത്വം ആവശ്യപ്പെട്ടാൽ NSSുമായി ചർച്ച നടത്താൻ തയ്യാർ. NSSനെ വിമർശിക്കാനില്ല. ശബരിമല വിഷയത്തിൽ നിലപാട് മാറ്റിയത് സർക്കാരാണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. നായർ സർവീസ് സൊസൈറ്റിയായിട്ട് തർക്കം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയേ വേണ്ട. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ തർക്കത്തെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നുമില്ല. അങ്ങനെയൊരു തർക്കത്തിന് വേണ്ടി ഞങ്ങൾ പോകുന്ന പ്രശ്നവുമില്ല. ഇവിടെ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഗവൺമെന്റ് എടുത്ത സ്റ്റാൻഡാണ് ഇവിടുത്തെ തർക്ക വിഷയം. ഗവൺമെന്റ് എന്താ അവരുടെ പഴയ നിലപാടിൽ നിന്ന് മാറിയിട്ടുണ്ട് എന്നൊരു തോന്നലുണ്ടാക്കാനുള്ള പരിശ്രമം ഉണ്ടാക്കിയതാണ്. അങ്ങനെ മാറിയിട്ടുണ്ട് എങ്കിൽ ഗവൺമെന്റ് ചെയ്യേണ്ടത് ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് മാറ്റണം. ലീഡർഷിപ്പ് ആവശ്യപ്പെട്ടാൽ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് അല്ലെങ്കിൽ സുകുമാരൻ നായർ നേരിട്ട് പോയി കാണാനുള്ളൊരു അതൊക്കെ വരട്ടെ. അതൊക്കെ പാർട്ടി ലീഡർഷിപ്പാണ് പറയേണ്ടത്. ഞാൻ അതിനകത്ത് ഡയറക്റ്റായിട്ടൊരു ചോദ്യത്തിന് ഉത്തരം പറയുന്നു. ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ടോബി, NSS ഇടതുപക്ഷവുമായി കൂടുതൽ അടുക്കുന്നു, സർക്കാരുമായി കൂടുതൽ അടുക്കുന്നു എന്നുള്ളതൊരു ആശങ്കയായി കോൺഗ്രസ് നേതൃത്വം കാണുന്നുണ്ട്. പക്ഷേ പരസ്യ പ്രതികരണങ്ങളിൽ അങ്ങനെ ഒരു വിഷയമേ ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് മുതിർന്ന നേതാക്കൾ. എന്താണ് തിരുവഞ്ചൂരിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ടോബി? തിരുവഞ്ചൂരിന്റെയും കോൺഗ്രസ് നേതാക്കളുടെയും ഇപ്പോഴത്തെ ഒരു നിലപാടെന്ന് പറയുന്നത് NSSനെ വിമർശിക്കാതെ CPMനെ വിമർശിക്കുക എന്നുള്ളൊരു നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതായത് സ്ത്രീ പ്രവേശന വിഷയത്തിൽ CPMും സർക്കാരും നിലപാട് മാറ്റി എന്നാണ് ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. NSSന്റെ നിലപാടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അതിനെ കടുത്ത ഭാഷയിൽ വിമർശിക്കാനോ അല്ലെങ്കിൽ ആ നിലപാടിനെ വിമർശിക്കാനോ ഒന്നും തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തയ്യാറാകുന്നില്ല. അത്തരത്തിലുള്ളൊരു വിമർശനത്തിലേക്ക് ഒരു ഘട്ടത്തിലും പോകുന്നില്ല. NSS പറഞ്ഞതിനെ കുറിച്ച്, അതായത് NSSുമായി യാതൊരു പ്രശ്നവുമില്ലെന്ന് പോലും പറഞ്ഞു വെക്കുന്നു. എന്നാൽ അതിനപ്പുറത്തേക്ക് CPM സ്ത്രീ പ്രവേശന വിഷയത്തിൽ സ്വീകരിച്ച നിലപാടുകളെ ഉയർത്തിക്കാട്ടി അതിനെ വിമർശിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഈ നാമജപ ഘോഷയാത്രയെ എതിർത്തവരാണ് അന്നത്തെ സർക്കാരും LDFും. അതിനുശേഷം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചു എന്ന് കാട്ടി കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. 51 പേരെ പ്രവേശിപ്പിച്ചുവെന്ന് കോടതിയെ അറിയിച്ചത് സർക്കാരാണ്. അങ്ങനെയുള്ള സർക്കാർ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് മാറിയതെന്നാണ് അറിയേണ്ടത് എന്നുള്ളൊരു ചോദ്യമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. NSSും കോൺഗ്രസും തമ്മിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല എന്നാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ വ്യക്തമാക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണമാണ് പ്രേക്ഷകർ കണ്ടത്. 24നോട് സംസാരിക്കുകയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.